ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇൻഷ്യൂസ് ഗാലറി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്രൈഡേ ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ദൂരത്തുൽ ബഹ്റൈനിൽ. അതിൻ്റെ മുന്നത്തെ ഫ്രൈഡേയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളിങ്ങനെ ഫുഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്ട് പെട്ടെന്നൊരു പോക്കായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ആർജിയും ഫാമിലി അതേപോലെ തന്നെ ലിഞ്ചു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ വെള്ളമൊക്കെ എന്തൊരു ക്ലിയർ ആണെന്നറിയോ. താഴെ ആ ഒരു കല്ലൊക്കെ വരെ നമുക്ക് നല്ലോണം കാണാൻ പറ്റും. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്താനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് കേട്ടോ ലാസ്റ്റ് എത്തിയത്. നമ്മളെത്തുമ്പോഴേക്ക് ഇവർ കുറേ മീനിനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് വേഗം ഇരുട്ടാകുമല്ലേ. ലാസ്റ്റ് ടൈം വന്ന സമയത്ത് നമുക്ക് നല്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ വരണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ എത്തിയത്. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ചൂട് ബിരിയാണി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നമ്മളിവിടെ നിന്ന് തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചൂടൊക്കെ അങ്ങ് ആറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. എൻ്റെ ഇക്കൻ്റെ 15th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് നമുക്ക് ഈ ഒരു അടിപൊളി സീ വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇക്കാക്ക് ഞാൻ മോർണിംഗിൽ ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇക്ക എനിക്കൊരു സർപ്രൈസ് ആക്കിയിട്ടൊരു റിങ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നേക്ക് വേഗം ഇരുട്ടായുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ ഗ്രില്ലായിരുന്നു കേട്ടോ രാത്രിത്തെ ഫുഡ്. അങ്ങനെ പിടിച്ച മീനിനെയൊക്കെ നമ്മൾ ജീവനോടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ ഞണ്ടിനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഞണ്ടിനെ അങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന 2-3 ഞണ്ടിനെയൊക്കെ ചൂണ്ടിടുമ്പോഴേക്ക് അതിൽ കുരുങ്ങിയതാണ് കേട്ടോ. പിന്നെ ആ ഒരു ഞണ്ടിനെ വെച്ചിട്ടായിരുന്നു നമ്മൾ അടുത്ത മീനിനെയൊക്കെ പിടിച്ചത്. ഈ പ്രാവശ്യം ഇൻഷുന് കമ്പനിയായിട്ട് ഉണ്ണിമോളും ഉണ്ടായിരുന്നു കേട്ടോ. 2 പേരും ഭയങ്കര കളിയിലായിരുന്നു. അതല്ലേലും അങ്ങനെ തന്നെയാണല്ലേ, നമ്മുടെ ഓരോ വൈബിനും പറ്റിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോഴാണ് കൂടുതൽ പൊളിയാകുക. ആദ്യം നമുക്ക് റൗണ്ട് വെച്ച് നോക്കുക എങ്ങനെയാണ് അത് ഉപ്പ് ഉള്ളത്. അങ്ങനെ നല്ല ഇരുട്ടായിട്ടോ. പിന്നെ നമ്മളത് ആ രാത്രിത്തേക്ക് വേണ്ട ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള ഫയറൊക്കെ കത്തിച്ചു. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് നല്ലൊരു ക്യാമ്പ് ഫയറും ഫീൽ ചെയ്തു. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത്. അങ്ങ് ദൂരെ നല്ല ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് നല്ല ചൂടുള്ള ഗ്രിൽസൊക്കെ കൂട്ടി കഴിക്കാനും അതുപോലെ പാട്ടൊക്കെ വെച്ചിട്ട് മക്കളൊക്കെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. കളിച്ചോ? നമ്മളിവിടെ ലേഡീസ് എല്ലാവരും കൂടെ ഗ്രില്ലൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെ പാട്ടൊക്കെ വെച്ച്
മക്കളൊക്കെ കളിക്കലായിരുന്നു. മക്കൾ ഇൻഷും ഉണ്ണിയും മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ബാക്കി മോനൊക്കെ ആർച്ചൻ്റെ മോനും ലിഞ്ചുൻ്റെ മോനും എൻ്റെ മോനൊക്കെ അങ്ങ് അവർ ചൂണ്ടിട്ടിട്ട് എവിടെയോ എത്തി. അങ്ങനെ അവരെ കൂടെ ആയിരുന്നു അവരെല്ലാം ഉണ്ടായിരുന്നത്. നമ്മളിവിടെ ഗ്രില്ലൊക്കെ സെറ്റ് ആകുമ്പോഴേക്ക് അവരിങ്ങനെ ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കുക്കായ ഗ്രില്ലിൽ നിന്ന് ഓരോരോ പീസ് നമ്മളെല്ലാവരും എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ. ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഓരോ സെറ്റ് ബാച്ചൊക്കെ നമ്മൾ കുക്കായി വരുമ്പോൾ തന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം അല്ലെങ്കിൽ വേഗം തണുത്ത് പോകുമല്ലോ. മക്കൾക്ക് ആദ്യം ഫസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഫിഷിങ്ങിന് പോയവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. അതൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വീക്കെൻഡിലേക്ക് ഒത്തുചേരുമ്പോൾ. അരികെ വീണ്ടും ആയില്യം കാവിലെ വെണ്ണിലാവേ ഹാപ്പി വെഡിങ് ആലിപ്പൂ ചൂടുമ്പോൾ ചൂടിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ പൊന്നും പൂവും പുന്നാരപ്പൂ കുന്നിറാവേ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് എത്തുമ്പോഴേക്കുണ്ട് കേട്ടോ നമുക്കൊരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞണ്ടൊന്നും അധികം പിടിക്കാത്ത കാരണം ആ ഒരു ഞണ്ട് എന്താക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രില്ലിൻ്റെ ആണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊക്കെയും കൂടെ ആ ഒരു ഞണ്ടിനെ ഗ്രില്ലാക്കിയിട്ട് അപ്പം തന്നെ അവിടുന്ന് ഫ്രഷ് ഞണ്ട് ഗ്രില്ലും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം പൊളിയായിരുന്നു. ഞാനിതുവരെ ഞണ്ട് അങ്ങനെ ഗ്രില്ലാക്കിയിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോഴേക്കും ഉപ്പൊക്കെ അതിനുണ്ടാകുമെന്നൊക്കെ. പക്ഷേ സംഭവം നല്ല പൊളിയായിരുന്നു കേട്ടോ. ഫ്രഷ് ഞണ്ട് ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ട്. ചൂടുണ്ട് കേട്ടോ നല്ല അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ബൈ ഇൻഷ്യൂസ് ഗാലറി.